നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നേരം പുലർന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാവരെയും നെഞ്ചുലപ്പിച്ച വാർത്തയായിരുന്നു വാൽപ്പാറ ദുരിതത്തിൽ സംഭവിച്ചത്. വാൽപ്പാറ ദുരിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അനാഥമായത് 9 കുടുംബങ്ങൾ മാത്രമല്ല, ഒരു സ്കൂൾ മുഴുവനായാണ്. പാങ്ങ് സ്കൂൾ ആകെ ഉണ്ടായിരുന്ന 8 അധ്യാപകരിൽ ഇനി ബാക്കിയുള്ളത് 4 പേർ മാത്രമാണ്. പ്രധാന അധ്യാപിക അജിതയും ഇരു കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത മജീദ് മാഷും ഉൾപ്പെടെ 5 പേരെയാണ് സ്കൂളിന് നഷ്ടമായത്. പിയൂൺ ഗോപാലകൃഷ്ണൻ, LP വിഭാഗം അധ്യാപിക ഹസ്നത്ത്, LKG അധ്യാപികമാരായ റസീന, യശോദ എന്നിവരാണ് സ്കൂളിൽ ഇനിയുള്ളത്. വാൽപ്പാറ വാഹന അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും പരമാവധി സഹായം നൽകും. വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ കൗൺസിലിംഗ് ഏർപ്പെടുത്തും. കാരണം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്ന എല്ലാ അധ്യാപകരും, കാരണം ചെറിയ സ്കൂളാണ്, നമുക്കറിയാം വളരെ കുറച്ച് അധ്യാപകർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കുടുംബം പോലെ അവരെല്ലാവരും കഴിഞ്ഞതാണ്. ഇത് ആ സ്കൂളിലെ ഈ വർഷത്തിന് 3ാമത്തെ ടൂറാണ്. വിദ്യാർത്ഥികൾ ഇല്ലാതെ അധ്യാപകർ മാത്രം, അനധ്യാപകർ എല്ലാവരും കൂടി ചേർന്ന് പോയ ഒരു ചെറിയ സന്തോഷകരമായ യാത്രയായിരുന്നു. അതൊരു അന്ത്യയാത്രയായി മാറിയത്. ആദ്യഘട്ടത്തിൽ ഊട്ടിയിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്നു, രണ്ടാമതായി തൃശ്ശൂരിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ വളരെ ചെറിയ സ്കൂളാണെങ്കിലും വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കുടുംബം പോലെ കഴിഞ്ഞു പോയിരുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ മാനസികമായി തളർത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ സ്കൂൾ മൈതാനത്ത്, അവർ ഇത്രയും നാളും കളിച്ചു വളർന്ന സ്കൂൾ മൈതാനത്ത് 9 പേരുടെ മൃതശരീരം ഇങ്ങനെ അടുങ്ങിക്കിടക്കുമ്പോൾ ആ വിഷ്വൽ കണ്ട്, അല്ലെങ്കിൽ ആ കാഴ്ച കണ്ട് അത് മനം മടുത്തു പോകുന്ന ചെറിയ കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. വാവുട്ടി കരയുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ മാനസികമായി തകർന്നിരിക്കുന്ന എല്ലാവർക്കും കൗൺസിലിംഗ് നൽകും. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുദർശനം നടക്കുന്ന അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാൽപ്പാറ വാഹന അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ മലപ്പുറത്ത് എത്തി. പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ആരംഭിച്ചു. പൊതുദർശനത്തിന് ശേഷം വ്യത്യസ്ത മഹലുകളിലെ ഖബർസ്ഥാനിയിലാണ് ഖബറടക്കം നടക്കുക. മട്ടാത്ത് മഹലിൽ മജീദ്, ഭാര്യ റുഖിയ എന്നിവരെ ഖബറടക്കും. പാങ്ങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ റംല, സാജിദ, ഷക്കീല എന്നിവരെ ഖബറടക്കും. ഈസ്റ്റ് പാങ്ങ് മസ്ജിദ് ഖബർസ്ഥാനിയിൽ സുഹറ, മകൻ ഹിഷാം എന്നിവരെ ഖബറടക്കും. പൊതുദർശനത്തിന് ശേഷം അജിതയുടെ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്തേക്ക് എത്തിക്കും. ആശയുടെ മൃതദേഹം കൊളത്തൂരിലെ വീട്ടിലേക്കും കൊണ്ടുപോകും. സ്കൂൾ അവധിക്കാലമായതിനാലാണ് പാങ്ങ് GLPSലെ അധ്യാപകരും ജീവനക്കാരും വാൽപ്പാറയിലേക്ക് വിനോദയാത്ര പോയത്. വെള്ളിയാഴ്ച രാവിലെയാണ് 13 സംഘം ട്രാവലർ വാനിൽ അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് പോയത്. ചേങ്ങോട്ടൂർ സ്വദേശിയായ മുഹമ്മദ് ഫാസിയായിരുന്നു ഈ ട്രാവലറിന്റെ ഡ്രൈവർ. അതിരപ്പള്ളി സന്ദർശിച്ച ശേഷം സംഘം മലക്കപ്പാറ വഴി വാൽപ്പാറയിലെത്തി. തുടർന്ന് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായത്. പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക P അജിത, അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകനായ അബ്ദുൾ മജീദിന്റെ ഭാര്യ റുഖിയ, സ്കൂളിലെ പാചക തൊഴിലാളി സാജിദ, സുഹറയുടെ മകൻ ഹിഷാം, സമീപ സ്കൂളായ GUPയിലെ അധ്യാപിക ഷക്കീന എന്നിവരാണ് മരിച്ചത്. കാഴ്ച പരിമിതിയുള്ള അബ്ദുൾ മജീദിന് കൂട്ടുപോയതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ റുഖിയ. ഷക്കീന അടുത്തിടെയാണ് LP സ്കൂളിൽ നിന്ന് UP സ്കൂളിലേക്ക് മാറിയത്. താൻ ഇത്ര കാലവും ജോലി ചെയ്ത സ്കൂളിലെ വിനോദയാത്രയിൽ അവർ ഒപ്പം കൂടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ട്രാവലർ ഓടിച്ചിരുന്ന ഫാസിത്ത്, സ്കൂളിലെ ഡ്രൈവർ നൌഷാദ്, സാജിദയുടെ മകൻ ഷാഹിദ്, മസീൻ എന്നിവരാണ് ചികിത്സയിലുള്ളത്. വാൽപ്പാറയിലുണ്ടായ വാഹന അപകടത്തിൽ തീരാ നോവായി രക്ഷപ്പെട്ട 11 വയസ്സുകാരി മസ്നീൻ, പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട മസ്നീനെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഉമ്മ ഷക്കീനയുടെ മരണവിവരം ഇനിയും മസ്നീനെ അറിയിച്ചിട്ടില്ല. തകർന്ന വാഹനത്തിനുള്ളിൽ നിന്ന് മസ്നീനെ പിന്നാലെ വന്ന ടാക്സി ഡ്രൈവറാണ് പുറത്തെടുത്തത്. ഉടൻ തന്നെ മസ്നീനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മന്ത്രി K കൃഷ്ണൻകുട്ടി മസ്നീനെ ഇന്നലെ പൊള്ളാച്ചി ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. മലപ്പുറം DMOയുടെ നിർദ്ദേശപ്രകാരമാണ് മസ്നീനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആശുപത്രിയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അപകടത്തിൽപ്പെട്ട വാനിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് അടക്കം 3 പേർ ഗുരുതര പരിക്കുകളോടുകൂടി കോയമ്പത്തൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്
കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മരിച്ച സാജിദയുടെ മകൻ ഷഹദീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ്, സ്കൂളിലെ ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകുന്നേരം 5:20-നാണ് വാൽപ്പാറ ചൂരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലംവെട്ടം കീഴ്മേൽ മറിഞ്ഞ് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. ഓർക്കുക, 13-ാം ഹെയർപിൻ വളവിൽ നിന്ന് അപകടമുണ്ടായി 9-ാം വളവിലേക്ക് വാഹനം വീഴുകയായിരുന്നു. അത്രയും അടി ഉയരത്തിൽ നിന്നുമാണ് വാഹനം താഴേക്ക് പതിച്ചത്. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര പോയത്. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപിക P. അജിത, അധ്യാപികമാരായ റംലത്ത്, സുഹറ, ആശ, അധ്യാപകനായ മജീദിന്റെ ഭാര്യ എന്നിവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും തീരാ നോവാണ് ഈ വാർത്ത.